കട്ടപ്പന ഐരൂർ പാടത്ത് തകർന്നു കിടക്കുന്ന റോഡ് യാത്ര ദുഷ്കരമാക്കുന്നു. കുഴിയിലും വെള്ളക്കെട്ടിലും ചാടി അപകടങ്ങൾ ഉണ്ടാകാറുമുണ്ട്. റോഡിന് ഫണ്ട് അനുവദിച്ചുവെന്നും ഉടൻ നന്നാക്കുമെന്നുമുള്ള പ്രചരണമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. ആയക്കാട് വടക്കുംഭാഗം റോഡാണ് ഐരൂർ പാടത്തുകൂടി കടന്നുപോകുന്നത്. ഇവിടെ ആശുപത്രിപ്പടിയിൽ റോഡിന്റെ അവസ്ഥ ദയനീയമാണ്. വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുമുണ്ട്. റോഡ് നന്നാക്കണമെന്ന ആവശ്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പാക്കിയിട്ടില്ല. കുഴികൾ വ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ കോൺക്രീറ്റും വലിയ കല്ലുമെല്ലാം ഇട്ട് കുഴികൾ അടയ്ക്കാറുണ്ട്. വലിയ വാഹനങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിലും സൈക്കിൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റ് ചെറുവാഹനങ്ങൾക്കും ദുരിതം വർദ്ധിക്കും. അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്കൂളിൽ കുട്ടികൾ ഹോസ്പിറ്റൽ കേസായിട്ട് മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ട് ദിനേന ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ റോഡ്. ഈ നാട്ടിലുള്ളവർ പ്രതിഷേധം അറിയിക്കുന്ന സമയത്ത് ഈ പുറത്തു നിന്നുള്ള കോൺക്രീറ്റ് മിക്സുകൾ ബാലൻസ് വരുന്നത് കൊണ്ടുവന്ന് ഈ ഇരുട്ട്, അതായത് എന്താ പറയുക, കണ്ണിലെ ഇരുട്ട് അടയ്ക്കുന്ന പരിപാടിയാണ്. അതായത് ജനങ്ങളിവിടെ പറ്റിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. വലിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വലിയ വണ്ടികൾ പോകാൻ പാകത്തിനുള്ള സൗകര്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം സാധാരണ ബൈക്കുകൾ വരുമ്പോൾ ആ കല്ലിൽ തട്ടി അവർ വീഴുകയും പിന്നീട് അപകടങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് അനുവദിച്ചതായും ഉടൻ പണി തുടങ്ങുമെന്നും ജനപ്രതിനിധികൾ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കാറുണ്ട്. ഇതിനപ്പുറം ഒന്നും നടക്കാറില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഏകദേശം ഒരു 14 വർഷത്തോളമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയായിട്ട്. അതിനുശേഷം പല സമയത്തായി പല ബഡ്ജറ്റിൽ ഒരു 8 വർഷത്തോളമായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലുമായിട്ടാണ് നിരന്തരം ഈ റോഡിനെ പറ്റി വരുന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ജനപ്രതിനിധികളിടും, ഇത് നാളെ ചെയ്യും, നാളത്തേക്ക് ചെയ്യും, ഇത് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ നമ്മൾ സാധാരണ ഇവിടെയുള്ള ജനങ്ങളെ ഇത് പറഞ്ഞ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.